നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ കഴിഞ്ഞ മാസമല്ല ഈ മാസത്തിൻ്റെ ബിഗിനിങ്ങിൽ ഒരു ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നറിൻ്റെ പേര് ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. അതിൻ്റെ ലോട്ട് എടുക്കുന്നത് നിങ്ങളെ കൂടെ കാണിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, രാത്രിയിലായിരുന്നുകൊണ്ട്. അടുത്ത വീഡിയോയ്ക്കെങ്കിലും അത് കാണിക്കണമെന്ന്. ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത്. പുള്ളിക്കാരത്തെ ഈ ഒരു പീരീഡിനുള്ള ഒറ്റ കമൻറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഓരോ ഭാഗ്യം എന്താ പറഞ്ഞാൽ സ്ഥിരമായിട്ട് കമൻ്റ് അയക്കുന്നവർ, സ്ഥിരമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുമ്പം ആർക്കാണോ കിട്ടുന്നത് അതാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഗൗരി കൃഷ്ണ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളിട്ട് കമൻറ്റ് പറയുക. ആ കമൻറ്റ് പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇവിടുന്ന് സംസാരിച്ചോളൂ കേട്ടോ. 2890 രൂപയുടെയോ അത്ര ഏതാണ്ട് വിലയുള്ളൊരു സാരിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. കിട്ടാത്തവരും ഒത്തിരി അയച്ചവരും ഒന്നും വിഷമിക്കുകയും ചെയ്യരുത്, സങ്കടം തോന്നരുത്. നമുക്ക് നമ്മുടെ ടൈം എപ്പോഴെങ്കിലുമൊക്കെ വരും. എല്ലാ പ്രാവശ്യവും ഒരാൾക്കല്ലേ എന്നാണെങ്കിലും വിന്നറാകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാളെ അല്ലായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് കേട്ടോ അതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാകരുത്. പിന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന സാരി ഓഫർ സെയിൽ തന്നെയാണ്. സെമി റോസ് സിൽക്ക് സാരിയാണ്. ഇത് നല്ല സാരി കേട്ടോ. ഉണ്ട് ഇപ്പോൾ വരുന്ന അപ്കമിങ് ആയിട്ടുള്ള വെഡ്ഡിങ് സീസൺ, ഫെസ്റ്റിവൽ സീസണൊക്കെ പറ്റുന്ന സാരിയാണ്. പക്ഷേ ഇതിനെല്ലാം സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് മാത്രം ഇതിനോട് റോസ് സിൽക്കിൻ്റെ പ്യുവർ റോസ് സിൽക്ക് അല്ല, സെമി റോസ് സിൽക്കാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മുന്താണിയാണ്. നല്ല രസമാണ്. മുന്താണിയും രസമാണ്, സാരിയും രസമാണ്. സിമ്പിളാണ്. ആ റോസ് സിൽക്കിൻ്റെ സ്റ്റഫും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒത്തിരി ഭംഗിയാണ് സാരി. ഇതിൻ്റെ റേറ്റും കൂടെ ഞാൻ പറയാം. ഇത് നല്ലൊരു മഞ്ഞ കളറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മഞ്ഞ കളർ. നല്ല പ്രസരിപ്പും നല്ല ഭംഗിയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു മഞ്ഞ കളറ്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് മെറൂൺ ബോർഡർ. എന്നിട്ട് ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡറാണ് താഴെ മേളിലും കൊടുത്തിരിക്കുന്നത്. രണ്ടിടത്തും ഒരേ ബോർഡറാണ്. ബ്ലൗസ് വന്നിട്ട് ഇത് ഈ സൈഡിൽ വരുന്ന മെറൂൺ കളറില്ലേ, അതിൻ്റെ അറ്റത്ത് ബോർഡർ വരുന്ന ബ്ലൗസ്. നല്ല സിമ്പിൾ സാരിയാണ്, പക്ഷേ എലഗൻ്റ് ആയിട്ടുള്ള സാരി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഓഫർ സെയിലിന് കൊടുക്കാനൊരു മനസ്സില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഒത്തിരി 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 മോഡൽസ് വരുന്നുണ്ടല്ലോ. പിന്നെ റോസ് സിൽക്കിൻ്റെ ഒരു സ്റ്റഫും കൂടെയൊക്കെ ആയതുകൊണ്ട് നമ്മളിത് ഒത്തിരി വെച്ചുകൊണ്ടിരിക്കാനും നമുക്കൊരു താല്പര്യപ്പെടുന്നില്ല. കാരണം അത് നല്ല കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം. സൂക്ഷിക്കുന്നവരുടെ കയ്യിലെത്തട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും സൂക്ഷിക്കും, എല്ലാ സാരിയും സൂക്ഷിക്കും. എന്നാലും പിന്നെ വില കൂടുന്തോറും എന്നാ പറഞ്ഞാൽ ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുന്നു, എന്താ പരസ്യമുള്ള പോലെ വില കൂടുന്തോറും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേറ്റ് 1299 ആണ്. 1899 സാരിയാണ്. ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാവേ. കുറച്ച് കളേഴ്സ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നപ്പം എല്ലാത്തിനും കളേഴ്സ് ഉള്ളത് മാത്രമേ കാണിക്കുന്നത്. ഇതൊന്നും ഒട്ടും ആയ സാരീസ് അല്ല, നമുക്കൊട്ടും നാളായ സാരീസ് അല്ല. ബേൺഡ് ഓറഞ്ച് അല്ലെങ്കിൽ റസ്റ്റ് ഓറഞ്ച് എന്ന് പറയും. ഇതാ മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല രസമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കിട്ടിയില്ല, കിട്ടുന്ന കളറ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. കാരണം ഇതിന് ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഓഫർ സെയിലിൽ കാണിക്കുന്നത്. നല്ല സാരി കേട്ടോ. ഇതിൻ്റെ സ്റ്റഫേ കൂടെ നിങ്ങൾ നോക്ക്. ആ ഒരു ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻസ് പോലൊരു വീവിങ് പോലൊരു സാധനം പോകുന്നുണ്ട്. കണ്ടോ ആ ഒരു സിൽക്കിയുടെ ആ സ്റ്റഫും അതും കൂടെ നല്ലൊരു ചന്തമാണ് കാണാനായിട്ട്. ബ്ലൗസ് വന്നിട്ട് ഇത് നല്ല ഡാർക്ക് മെറൂൺ ബ്ലൗസ്. ഇതൊക്കെ കേരള സാരിക്കും ഒക്കെ പറ്റും. കാരണം ആ റോസ് സിൽക്കിൻ്റെ ആ സിൽക്കി സ്റ്റഫും ആ ഒരു കയ്യിലെ ആ ബോർഡറും എല്ലാം കൂടെ നല്ല രസമാണ്. ഇതിനും ചേരും, വേറെ സാരികൾക്കും ചേരും. ഇതിന് നിങ്ങൾ ഈ ബ്ലൗസ് മാത്രമേ ഇടാവുള്ളൂ, വേറെ ബ്ലൗസ് ഇടരുത്. കാരണം സ്റ്റഫ് വ്യത്യാസം വരും. ഇതിൻ്റെ സ്റ്റഫ് എപ്പോഴും കാണുന്ന ഒരു സ്റ്റഫല്ല. നമുക്ക് ഈ സ്റ്റഫിലുള്ള ബ്ലൗസ് വാങ്ങിക്കാൻ കിട്ടുക എന്ന് പറയാൻ പാടാണ്. ഇങ്ങനത്തെ ലൈൻസും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കിട്ടുകയില്ല. ഇത് മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഗ്രീൻ, മഞ്ഞയും പച്ചയും. മുന്താണിക്ക് ഭയങ്കര രസമാണ് കേട്ടോ. 1299 ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഉടുക്കാനും കൊണ്ട് നടക്കാനും മാനേജ് ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഓവറായിട്ടുള്ള റോസ് സിൽക്കിന് കൂടി വരുന്തോറും റോസ് സിൽക്കിനുള്ള ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇച്ചിരി കട്ടി കൂടും, സ്റ്റഫിന് കട്ടി കൂടും. എന്നിട്ട് ഒരു സൈസ് ലിൻഡ് പോലെ കുറേ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അത് ടസറിനും എല്ലാം ഉണ്ട്. ഇതിന് അങ്ങനത്തെ കട്ടിയില്ല. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു
വെയിറ്റ് എന്ന് പറയും, സോഫ്റ്റാണ്. കുറേ കളേഴ്സുണ്ട്, അത്രേ ഉള്ളൂ. ധൃതി കൂടിയിട്ടേ ബ്ലൗസ് എന്തിനാ ഇതിക്ക് ധൃതി എന്ന് ചോദിച്ചാൽ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ തന്നെ പറയും, തന്നെ ചിരിക്കും. ബ്ലൗസ് ഇതേണ്ട് കണ്ടോ, ഇതാണ് ബ്ലൗസ്. അടുത്തത് നല്ല ഡാർക്ക് മെറൂണാണ് കേട്ടോ, മെറൂണും ഗ്രീനും ടാസിലൊക്കെ ചെയ്ത് നല്ല സാരിയാണ്. എന്താണ് വന്നിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ലാത്ത മനുഷ്യരില്ല. ഈ സാരി ഡാർക്ക് കളർ കിട്ടിയാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ വാഷിങ് അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇടയ്ക്ക് സ്കിപ്പായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്ന് അറിയാം, അത് കേൾക്കാതെ പോയെങ്കിലോ എന്ന് ഓർത്താൽ. എൻ്റും ആദ്യവും അവസാനവും കേൾക്കുന്നവരുണ്ട്, പിന്നെ സാരി ബാക്കി ഓടിച്ചോടിച്ചു വിടും. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് പ്രശ്നം, പല കാര്യങ്ങളും അറിയത്തില്ല. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇങ്ങനെ. ഇത് ബ്ലൗസ് ബോട്ടിൽ ഗ്രീൻ, നല്ല രസമാണ്. ആ ബ്ലൗസും ആ കോമ്പിനേഷനും കൂടെ നല്ല ഭംഗിയാണ്. സാരി നിങ്ങളൊരു 2000 രൂപ, 1899, 1899 ശരിക്കുള്ള റേറ്റാന്ന് പറഞ്ഞാൽ പോലും 2000 രൂപയെന്ന് പറഞ്ഞാൽ പോലും ആർക്കും അത്ര ഉണ്ടോ എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഇത് കണ്ടോ, മുന്താണി ഇന്ന രസമാണ്. നല്ല ലൈറ്റ് ക്രീമും ഏറ്റവും മനുഷ്യർക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനിൽ പെട്ടതാണ് ഇത്. ലൈറ്റ് ക്രീമും അതിൻ്റെ കൂടെ ഈ ഒരു മെറൂൺ ബോർഡറും. നല്ല സിമ്പിളാണ്, സിമ്പിളാണെങ്കിൽ പോലും നല്ല ഒരു ക്യാഷ് മുടക്കിയ ലുക്ക് ഫീൽ ചെയ്യും. അതല്ലേ എല്ലാവർക്കും വേണ്ടത്. ബ്ലൗസ് ഒരേ ബ്ലൗസ് കാണിക്കണം, പിന്നെ കാണിക്കണ്ടേ അല്ലേ? ഇതാ ബ്ലൗസ്, എന്ത് കഷ്ടപ്പെട്ട കാണിക്കുന്നത്. ദേ ബ്ലൗസിൻ്റെ സ്റ്റഫ് കറക്റ്റ് അറിയാം. ആ ഒരു സിൽക്ക് സ്റ്റഫ്, പാരറ്റ് ഗ്രീനും ഒലീവ് ഗ്രീനും കൂടെ കൂടിയ ഒരു കോമ്പിനേഷൻ. രണ്ടും കൂടെ മിക്സാണ്, ഒറ്റ കളർ തന്നെ പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അറ്റത്ത് ഒരു മജോറിറ്റിയുടെ അറ്റത്ത് മെറൂൺ തന്നെയാണ് വരുന്നത്. ഇതേ എന്നാ രസം, നിങ്ങൾ നോക്ക്. ഇതിൻ്റെ മുന്താണിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? എനിക്ക് തോന്നാണോ? സെയിമാ അല്ലേ? ഞാൻ ഇരുന്നോണ്ട് കാണിക്കുന്ന കസർത്തൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ? നല്ല രസമല്ലേ? എന്താണ് നോക്ക്. ഹായ് 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 ഹായ്. ഇത് തന്നെ ബ്ലൗസായിട്ട് വരുന്ന കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇത് മെറൂൺ കളറ് പ്ലെയിനാണേ, ഒറ്റ കളറാണ്, അല്ലാതെ ആ ലൈൻസ് ഉള്ളതല്ല. ബ്ലൗസ് കാണിച്ചേക്കാം. ബ്ലൗസേ വാ ഇല്ലേ, ദേണ്ടേ ബ്ലൗസിൻ്റെ സ്റ്റഫ് നിങ്ങൾ നോക്ക്. ശരിക്കും ആ റോസ് സിൽക്കിൻ്റെ സ്റ്റഫ് കറക്റ്റായിട്ട് ആ സ്റ്റഫ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സൂക്ഷിക്കണം. മീൻസ് സാരി ഫോളൊക്കെ വെച്ച് ഉപയോഗിക്കുക എങ്കിൽ അത്രയും നല്ലത്. സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഇതെന്തോ വലിയ പാടുള്ള സാധനമാണ്, അങ്ങനെയല്ല. സിൽക്ക് സാരി എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. വൈൻ വിത്ത് നേവി ബ്ലൂ, അങ്ങനെ എപ്പോഴും കാണാത്തൊരു കോമ്പിനേഷനാണ് വൈൻ വിത്ത് നേവി ബ്ലൂ അല്ലേ? ഓക്കെ, എന്താണ് ഇങ്ങനെ. എനിക്ക് ഈ സാരി കാണിക്കാനേ ഞാനിങ്ങനെ കുറേ ആലോചിച്ചായിരുന്നു ഇത് ശരിക്കുള്ള പ്രൈസിൽ ഷോപ്പിലേക്ക് അങ്ങ് വിട്ടാലോ, എങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നേ. പിന്നെ എനിക്ക് ഓർത്തു ഇതിൻ്റെ ഇപ്പോൾ ഒത്തിരി പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ? ബ്ലൗസ് കാണിക്കണ്ടേ? ബ്ലൗസ് നേവി ബ്ലൂ. ഇതിൻ്റെ അറ്റത്ത് പോയിരിക്കുന്ന ആ ഒരു ബോർഡറിൻ്റെ കളറില്ലേ, ഗോൾഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു ആൻറ്റിക്സറി ബോർഡറാണ് പോയിരിക്കുന്നത്. ശരിക്കും ഗോൾഡ് സിൽക്ക് കസവല്ല, കസവെന്ന് വെച്ചാൽ ഗോൾഡ് കളറല്ല, നല്ല ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ്. കണ്ടോ അല്ലേ? ബ്ലൗസ് കാണിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇതാ ബ്ലൗസ് ചില്ലി റെഡ്. എല്ലാ കളറും നല്ലതാണ്. എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഈ സാരി മൊത്തം ഞാൻ നേരെ എന്നേ പറയത്തുള്ളൂ. എന്നാന്നറിയോ,
സാരി ഉടുക്കുകയല്ല, എന്നാൽ പോലും അതാ പറഞ്ഞത് ഏതാ എടുക്കണ്ടേന്ന് നമുക്കൊരു കൺഫ്യൂഷനാവും. നിങ്ങൾക്കില്ലാത്ത കളറും നിങ്ങളുടെ ഫേവറേറ്റ് കളർ എടുക്കണ്ട. കാരണം ഫേവറേറ്റ് കളർ ഇഷ്ടംപോലെ ഇല്ലേ കയ്യിൽ, എല്ലാവർക്കും ഉണ്ട് ഫേവറേറ്റ് കളേഴ്സ് കയ്യിൽ. അതല്ലാത്തൊരു കളർ എടുക്കുക. സ്ഥിരമായിട്ട് നമ്മുടെ അടുത്തുനിന്ന് സാരി വാങ്ങിക്കുന്ന ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരാഴ്ച ഒരു 2 സാരി എങ്കിലും വാങ്ങിക്കാതിരിക്കത്തില്ല എന്നുള്ളവർ വരെയുണ്ട്, ഇഷ്ടം പോലെ പേര്. അപ്പോൾ അവരോട് ഞാൻ പറയും, എപ്പോഴും വാങ്ങിക്കുന്ന കളർ അല്ലാത്തൊരു കളർ കിട്ടുമെങ്കിൽ വാങ്ങിക്കുക. പിന്നെ കിട്ടുമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. ബ്ലാക്ക് വിത്ത് ഇതും ഒരു റെയർ കോമ്പിനേഷനാണ്, ബ്ലാക്ക് വിത്ത് ഒലീവ് ഗ്രീൻ. നല്ല ജെറ്റ് ബ്ലാക്കാണ്, നല്ല ജെറ്റ് ബ്ലാക്ക്, നല്ല രസം. ഇതാ ബ്ലൗസ് അല്ല, ഇത് മുണ്ടാണ്. ഇത് വരും ബ്ലൗസ് ഉണ്ട്, ഇത് വരും ബ്ലൗസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വാഷ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇത് പറ്റുമെങ്കിൽ ഇത് ഡ്രൈ വാഷ് തന്നെ ചെയ്യണം. കാരണം ഇതിൻ്റെ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സാണ്, പിന്നെ സിൽക്കാണ് ഐറ്റം. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഇനി അത്രമേൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നുകിൽ ഷാമ്പൂ വാഷ് ചെയ്യുക. പെട്ടെന്നൊന്നും വാഷ് ചെയ്യാൻ പോകേണ്ട, സിൽക്കാണ് ഐറ്റം. നമുക്ക് തോന്നുന്ന പോലെ എപ്പോഴും എടുത്തിട്ട് പെരുമാറുന്ന ഒരു രീതിക്ക് ഉള്ള സാരി അല്ല ഇത്. നമ്മൾ പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ട്, അതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം ഉപയോഗിക്കുന്ന, അല്ല ഡെയിലി യൂസ് ചെയ്ത് ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഡ്രൈ വാഷ് മാത്രം പ്രിഫർ ചെയ്യുക. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. കാരണം ആകെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അതുകൊണ്ട് ഹോൾഡ് ചെയ്തും വെക്കത്തില്ല. ചോദിക്കുന്നവർക്ക് ക്യാഷ് ഇടുന്നവർ ഫസ്റ്റ് കം ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ ആദ്യം ക്യാഷ് ഇടുന്നവർക്ക് ആദ്യം കൊടുക്കും കേട്ടോ. സ്ഥിരം മേടിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്, എന്നാലും ചിലപ്പോൾ നമ്മളതൊന്നും ആരാന്നൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ ഓർഡർ എടുക്കുന്നവരെ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പരിഭവിക്കരുത്. കാരണം എണ്ണം കുറവായതുകൊണ്ട്, അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ടല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്